ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ ചിരിച്ച് ഡബ് ചെയ്യുമ്പോൾ കാർത്തുമ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ കാര്യമൊക്കെ ഡബ് ചെയ്യാൻ പറ്റില്ലെന്ന്. സത്യത്തിൽ എൻ്റെ തെറ്റാണ്, കുട്ടിയുടെ മേത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തു എന്നുള്ളൂ. പിന്നെ ഇതാ എത്തിയത് ഇപ്പോൾ എവിടേക്കാണ് മനസ്സിലായി, നമ്മൾ വയനാട് ബോച്ചയുടെ 1000 ഏക്കർ എന്നുള്ള റിസോർട്ടിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വന്നത് നമ്മൾ ഉച്ച നേരത്തെ എത്തിയത് കേട്ടോ. ഉച്ച നേരത്തെ എത്തിയപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ഒരു പൊന്നോ അപ്പോൾ ബോച്ച എന്താ പിന്നെ ബോച്ച പബ്ബ് എന്നുള്ള ഷാപ്പ് എന്ന് പറയാമല്ലോ മലയാളത്തിൽ. അങ്ങനെ പറയാം. അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും വേണ്ടാത്തവർക്ക് ഷാപ്പ് മാത്രമല്ല, അവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ എത്തിയിരിക്കാനായിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എന്നുള്ളൊരു ചീത്തപ്പേരാണ് എല്ലാവരും മുന്നിൽ. ഈ എല്ലാവരും എന്നാ പറയുക, ഈ തള്ള ഉണ്ടാക്കുന്ന ഫുഡാണ് തള്ളയ്ക്ക് ഇഷ്ടമുള്ളത്, വേറെ ആരും ഉണ്ടാക്കിയാലും ഇഷ്ടമില്ലാന്ന്. സത്യം എനിക്ക് വളരെ കുറച്ച് സ്ഥലത്തെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നിയെങ്കിൽ മാത്രമേ ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാറുള്ളൂ കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷ അടിപൊളി ഫുഡാണ്. അവിടുത്തെ ഷെഫിൻ്റെ പേരെന്താ, നമ്മുടെ ചാവക്കാട്ടുകാരനാണ് അല്ലേ, സനൽ എന്നാണ് കേട്ടോ. അവിടുത്തെ മെയിൻ ഫുഡ് ഉണ്ടാക്കുന്ന ആളുടെ പേര് സനൽ എന്നാണ്, ചാവക്കാട്ടുകാരനാണ്. അതുകൊണ്ടായിരിക്കും നമുക്ക് തൃശ്ശൂർ ടേസ്റ്റ് ആയിരിക്കും പിടിച്ചതല്ലേ. ആദ്യം ഞാൻ ചെന്നപ്പോൾ നല്ല ബീഫ് തേങ്ങ കൊത്തിട്ട് റോസ്റ്റും കപ്പയൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ സത്യമാണ്, ഉണ്ണുകളൊക്കെ വിശന്ന് വലഞ്ഞു കേട്ടോ അവർ. അങ്ങനെ കാർത്തുമ്മ കപ്പ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ബീഫ് ഭയങ്കര ടേസ്റ്റ് ഇട്ട് ഞാൻ സത്യം നമ്മുടെ വീട്ടിൽ നമ്മൾ തലേദിവസം ഇങ്ങനെ ചട്ടിയിലിട്ട് വരട്ടിയെടുക്കുന്ന ബീഫിൽ ആ ഒരു ടേസ്റ്റ് ആട്ടോ. സത്യം പൊന്നൂനെയൊക്കെ ഇന്ത്യയൊക്കെ ഒരേ സ്വഭാവമാട്ടോ. എവിടെ പോയാലും ഞങ്ങൾക്ക് ഫുഡ് അങ്ങനെ പിടിക്കാറില്ലല്ലോ പൊന്നോ. ഞങ്ങൾക്ക് അങ്ങനെ എല്ലായിടത്തും ഫുഡ് പറ്റാറില്ല, വളരെ കുറച്ച് സ്ഥലത്തും ഫുഡ് മാത്രമേ ഇഷ്ടപ്പെടാറുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഒപ്പം എന്താ അവിടെ പോച്ചപ്പാനിയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ ഞാനാണ് ഫുഡ് കൊടുക്കട്ടെ. നമുക്ക് നല്ല കാപ്പിയും നല്ല വറ്റ മുളകിട്ടതും. കേര അല്ലേ, വറ്റയല്ലല്ലോ കേര മുളകിട്ടത് ഇതൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ പറയണ്ടാവും അല്ലേ. ഞാൻ പലയിടത്തും പോയിട്ട് മീൻ കറി കഴിക്കുമ്പോഴേ ഞാൻ സ്വതവേ പറയാണല്ലോ, ഞാൻ എൻ്റെ മീൻ കറിയിൽ നല്ല പുളിയും എരിവുപ്പ് ഉണ്ടാവുന്നു. പലയിടത്തും കഴിക്കുമ്പോൾ കാണാം ഒരു തുണ്ട് 2 കുഞ്ഞ് പീസ് കുടംപുളിയൊക്കെ കറിയിലിടുള്ളൂ. ഞാൻ ഒരു 5-6 കുടംപുളിയൊക്കെ ഇട്ടിട്ട് മീൻ കറിയിൽ എനിക്ക് പുളി വേണം. അതുപോലത്തെ പുളിയുള്ള കറിയില്ല പൊന്നോ. വേറെ അതിൻ്റെ ഒപ്പം ഒന്നും. പിന്നെ പൊന്നിന് അവിടുത്തെ ഏറ്റവും ഇഷ്ടമായ ഫുഡ് എന്താ പൊന്നോ? കല്ലപ്പം. കല്ലപ്പം എന്നാണോ അങ്ങനെ എന്താ പറയാനല്ലേ, കല്ലപ്പം അല്ലേ. പഠിച്ചു. എന്തൊരു ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് പഠിക്കാമെന്നറിയില്ല. എന്നാലും ഒന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, അവിടെ നിന്ന് പറ്റില്ല, ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ പൊറോട്ട എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കേട്ടോ പൊറോട്ട. പക്ഷേ ഉണ്ടല്ലോ അവിടുത്തെ അതാണ് കല്ലപ്പട്ട. പക്ഷെ അവിടുത്തെ പൊറോട്ട ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കല്ലപ്പം, ഭയങ്കര സോഫ്റ്റും എന്തൊരു രസം. മീൻ കറിക്കായാലും ബീഫ് കറി ചിക്കൻ കറിക്ക് എല്ലാത്തിനും ഒരേപോലെ യോജിച്ച് വന്നൊരു അല്ലേ. സത്യം പറഞ്ഞാൽ അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഞാൻ പലയിടത്തും നമ്മൾ കല്ലപ്പം എന്നൊക്കെ കഴിച്ചു, പക്ഷേ ഈ ഒരു ടേസ്റ്റ് വേറെ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ലല്ലോ. അത്രയും ടേസ്റ്റ് ഒരു രക്ഷ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ വയനാട്ടിലേക്ക്. ആലപ്പുഴയിൽ നിന്നൊക്കെ ആ ടീം ആൾക്കാർ വന്നിട്ട് രാവിലെ അവർ എത്തിക്കണം. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് ബോച്ച പാനിയുള്ളത്. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഫുഡ് 11 മണി വരെ ഉണ്ട് അല്ലേ. രാവിലെ 8 മണി തൊട്ട് രാത്രി 11 മണി വരെ ഫുഡ് ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊരു സ്പെഷ്യൽ മീൻ എന്തോ കിങ് ഫിഷ് അല്ലേ, കിങ് ഫിഷിൻ്റെ മസാല കേട്ടോ. പക്ഷെ ഞാൻ എടുത്താഴ്ച ഞാൻ ചെയ്യണമെന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം, എനിക്ക് അങ്ങനെയുള്ള ഫുഡുകളോ സ്മെല്ലുകളോ ഇഷ്ടമില്ല. ഞാൻ ആദ്യം മണം എടുത്തു എന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്താ വെച്ചാൽ ചില സ്ഥലത്ത് കറികൾക്ക് ഭയങ്കര മസാലയുടെ എനിക്ക് ഒരുപാട് മസാലയുടെ കുത്തോ കാര്യങ്ങളോ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം മണക്കും. പിന്നെ അതിലെന്താണ് ചേർത്തക്കണെന്ന് സ്മെല്ല് ചെയ്ത് ഞാൻ പിടിക്കുകയും ചെയ്യും. ഫുഡ് ഉണ്ടാക്കാനുള്ളൊരു ഇഷ്ടമാണ്. നമ്മുടെ കാർത്തുമുള്ള കാരണം കേട്ടോ ഇടയ്ക്ക് ഓളിയും ബഹളമൊക്കെ ഇവിടെ കേൾക്കണത്. 2-3 ദിവസമായി വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബോച്ചേനാണ് വയനാട് ആ ഷാപ്പിൻ്റെ മുന്നിൽ ഒരു സൈക്കിളും അങ്ങനെ കള്ള് ചെത്താൻ ഒരു ബിംബം വരെ പണം തേച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിലൊക്കെ അതിനായിട്ട് ഇരുന്നു. പിന്നെ നമ്മളിനി അടുത്തത് പോണത് നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മൾ കാണാത്ത മോഡൽ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ കുണുക്കെന്ന് പറഞ്ഞാൽ ഓൾറെഡി വണ്ടി പ്രാന്തനാണല്ലോ. അത് കണ്ടപ്പോൾ കുണുക്കൻ ചാടി കയറിയിട്ട് ഇരുന്നു കേട്ടോ. അത് അവരുടെ അടുത്ത് എന്താ ഒരു പേര്, ഉണ്ണിക്കുട്ടൻ്റെ പേരെന്താ?
പേര് മറന്നു. ഉണ്ണിക്കുട്ടൻ. പിന്നെ നമ്മളെന്താ വിളിക്കുക? കുഞ്ഞാ. കുഞ്ഞിനാണ്, ഉണ്ണിക്കുട്ടനല്ല കേട്ടോ, കുഞ്ഞ്, സോറി. അപ്പോൾ ഇവർക്ക് പൊന്നിനും ക്ഷേപിക്കാൻ ആ കുട്ടീനെ മുന്നേ അറിയാം കേട്ടോ. ഇവർ ബോച്ചയുടെ പരിപാടിക്കും ഞങ്ങൾ സുൽത്താന്ന് വിളിക്കും. ബോച്ചയുടെ പരിപാടി വരെ അങ്ങനെ അവർ പോയപ്പോൾ മാമി മാമനും സുഹൈൽ എന്നാണ് ഇപ്പോഴത്തെ പേര്. കുണുക്കനും കുണിക്കും പോയപ്പോൾ പുതിയ കാർത്തുമ്മയ്ക്ക് വിഷമമായിട്ട് എന്നിട്ട് കാർത്തുമ്മ കയറണം. ലൈഫിൽ ആദ്യമായിട്ടോ നമ്മളിങ്ങനെ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള അല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനത്തെ അടുത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ നമ്മൾ റീൽസിലൊരു ചെക്കൻ്റെ വീട് കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കുടിൽ എങ്ങനെ എന്താ പറയാന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഈ പുല്ലില്ലേ നമുക്ക് ഇവിടെ നോക്കിയാട്ടോ വീണ്ടും ഉള്ളിനേക്കാൾ ഫസ്റ്റ് നമ്മളിവിടെയാണ് ഇന്ന് നിൽക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൗന്ദര്യം കാണണ്ടേ. ഓ, ഒരു വേറൊരു സ്ഥലം അല്ലേ. എന്താ നോക്കി അപ്പൊ നമ്മളുള്ള സ്ഥലം എവിടെയാണ് കേട്ടാ പറ. വയനാട് ബോച്ച ബോച്ചയുടെ റിസോർട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. 1000 ഏക്കർ അല്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മളവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള വരുവാനുണ്ട്. നമുക്ക് വരുത്തും മറക്കാം. ഒരു സത്യം പറഞ്ഞു, സത്യം ഞാൻ എന്നെ എല്ലാവരും പറഞ്ഞ ഒരു കുറ്റാണ് നല്ല ഫുഡ് അല്ലെങ്കിലും നല്ലതാണെന്ന് പറയില്ല. അതായത് നല്ല ഫുഡിന് അഭിപ്രായം ഉണ്ടാക്കണം. പക്ഷേ സത്യം നമ്മൾ വീട്ടിൽ കഴിക്കണം അതേ ടേസ്റ്റിലാട്ടോ. ഞാൻ ഇപ്പോൾ ഫുഡ് ഇപ്പോൾ ബോച്ചേരാണെന്ന് കഴിച്ചത്. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഫുഡൊന്നും കഴിക്കില്ല, ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യം എനിക്കിപ്പോൾ ഫുഡ് കഴിക്കാണ്ട് കഴിച്ചപ്പോൾ മസ്റ്റ് അടിച്ചിട്ട് വയ്യ. മീൻകറി, ബീഫ്, കള്ളപ്പം എന്ത് ടേസ്റ്റാ. പൊറോട്ട എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ പൊറോട്ടയ്ക്ക് എന്തൊരു ടേസ്റ്റാ. ഞാൻ എന്തായാലും വീട് കേട്ടോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പം എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ അല്ലേ ആൾക്കാർക്ക് വരാനും നമ്മൾ ലൈഫിൽ ചേഞ്ച് ചെയ്യണ്ടേ. ഇന്നും ഒരുപോലെ അല്ലോ അല്ലേ, ഒരു ചേഞ്ചൊക്കെ നമുക്ക് ശരിക്കും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാനായിട്ട് ഭയങ്കര ഒരു ഇത് നമ്മുടെ ലൈഫിൽ കാണാത്ത കാര്യങ്ങളല്ലേ ഇങ്ങനെ കാണുന്നത്. ലൈഫിൽ കുട്ടിക്കാലത്ത് ഇങ്ങനെ ചാനം വൈകിയ സ്ഥലം കണ്ട് ഇങ്ങനെ ഒരു വീട് ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ പറയുക, മണ്ണുകൊണ്ടുള്ളൊരു കൊട്ടാരം തന്നെ പറയാട്ടാ. അല്ല, മഡ് ഹൗസ് എന്നാണ് പറയുമെങ്കിലും എനിക്ക് മണ്ണിൻ്റെ കൊട്ടാരം എന്ന് പറയുമ്പോഴാണ് അത് കറക്റ്റ്. അതിനൊരു ഫീൽ ഉണ്ട്. എന്താ വെച്ചാൽ ചെറിയ കുടിലെന്ന് പറയാൻ പറ്റില്ല. ചെറിയ കുടിലെന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളും കാര്യങ്ങളും കുറവ് അങ്ങനെയൊന്നുമല്ല. 2 വലിയ ബെഡ്റൂമും, ഒരു ഹാള്, വലിയൊരു ഉമ്മാറും, പിന്നെന്താ ഒരു എല്ലാവരും കൂടി ഇരുന്ന് കളിക്കാനും ചിരിക്കാനും പറ്റിയൊരു സ്പേസ്. അങ്ങനെ കണ്ട ഇതൊരു രസമെന്ന് പറഞ്ഞാൽ തീരട്ടോ. അത്രയും രസമാട്ടോ അതിൻ്റെ ഉള്ളിലെ ഓരോ കാഴ്ചകളും. നമ്മൾ അത്ഭുതത്തോടൊക്കെ തന്നെ നോക്കിയിരിക്കട്ടെ. അതിൽ ഓരോ ചിത്രങ്ങളിലെയും എല്ലാതും. സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, പക്ഷെ അത് കണ്ടിരിക്കാൻ ഒരു പ്രത്യേക രസം അല്ലേ. അവിടെ അത് നമുക്ക് ടെറസ് വീട്ടിലൊക്കെ ഇരുന്ന് ജീവിച്ചൊക്കെ ചെയ്യില്ല. പക്ഷേ ഇത് നമ്മളൊരിക്കലും പോയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതൊരു പ്രത്യേക ഒരു നമുക്ക് തോന്നും എവിടെ ഇല്ല ഇങ്ങനത്തെ ഒരു റിസോർട്ടും കാരണം ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങൾക്കറിയില്ല. അടിപൊളി. ഇത് കാണാൻ എന്തൊരു ഭംഗിയാന്നറിയും. പറയേ വേട്ടയാടി കൊണ്ടുപോകുന്നു. അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങളാണ്. ശ്രദ്ധിച്ചു നോക്കണം. ക്യാമ്പ് ഫയർ ചുടുന്ന്, പിന്നെ ഈ മ്യൂസിക് പരിപാടികളില്ലേ, പിന്നെ ആന ഓട്ടിക്കുന്നത്, വേട്ടയാടുന്ന എല്ലാം ഉണ്ട്. അവരെ കൾച്ചറും ആമരാണ്. ജെയിൻ ട്രീ ചാണകമാണ്. അമ്മ കല്യാണം കഴിഞ്ഞപ്പോ അച്ഛന്റെ വീട്ടിലെ തട്ടുംപുറത്ത് ഇതുപോലെ ചാണം കഴിക്കുന്നു. അവിടെ അച്ഛൻ തട്ടുംപുറ ചാണം കഴിക്കുന്നു. ഓടിട്ട പണ്ടത്തെ വീട് അത് താഴത്തൊക്കെ നെല്ലൊക്കെ കല്ല് ഇഷ്ടിയല്ലേ കേട്ടോ. അന്നത്തെ ടൈലെന്ന് പറയാല്ലേ ഇഷ്ടിയനെ. അന്നത്തെ ടൈലാണ് അന്നത്തെ ഇഷ്ടികളായിരുന്നു, ചുവന്ന ഇഷ്ടികളില്ലേ. അതെ. പിന്നെ നമ്മുടെ തട്ടുംപുറം ചാണകം ഷീബെടുത്താണ് കൂടുതൽ ചാണം കഴിയുന്ന ആള്. തട്ടുംപുറം ഷീബലിമയോ കരിയൊക്കെ കലക്കി ചാണൊക്കെ ഇതാക്കി മണ്ണിങ്ങനെ ഇടുക. മണ്ണിങ്ങനെ ഇട്ട് വെക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ വെള്ളം തണുക്കും. പണ്ടത്തെ ഫ്രിഡ്ജല്ലേ ഇത് മറയൂര്. ഇതിന്റെ സത്യാണ് ഇതിന്റെ പ്ലാൻ.
ഇതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു വ്യൂ കേട്ടോ. ഞാൻ ഇന്ന് പറയണല്ല, നല്ല തേയിലത്തോട്ടം നോക്കിയേ, മലകളും കുന്നുകളും എന്ത്. അപ്പൊ അവിടെയൊക്കെ പോയത് അങ്ങനത്തെ വണ്ടിയിലൊക്കെ നമുക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതൊക്കെ അവിടെ തന്നെയാണ്. അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഈ വണ്ടി പ്രാന്തന്മാർക്ക് പറ്റിയ ഐറ്റം. തുളസിത്തറ ഉണ്ട് കേട്ടോ, ഒരു വെറൈറ്റി തുളസിത്തറ അല്ലേ. അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഒരു നേരം എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. സത്യം നോക്കി നമ്മുടെ ലൈഫിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ തോന്നുന്ന ഒരു ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലം പോലെ എന്ത് രസമാണ്. ഇതെന്തതില് അങ്ങനെ ഒരു സ്റ്റോറി ഇടായിരുന്നു. പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെച്ച് നിന്ന് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. എന്താ വെച്ചാൽ ഏതോ കുന്നിൻ്റെ മണ്ടയിൽ ആരും ഇല്ലല്ലോ പറഞ്ഞ സ്ഥലത്ത്, ഒരു കുഞ്ഞു മനുഷ്യല്ല അവിടെ. നമുക്ക് ഭയങ്കര ഫ്രീഡം. അങ്ങനെ ഫ്രീഡം ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം സെറ്റാണ് അല്ലേ. പിന്നെ നല്ല എൻജോയ് ചെയ്ത് കളിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി പോയിട്ട് ഒരു ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് എൻജോയ് ചെയ്തിരുന്ന് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇങ്ങനെ ഒരു കുന്നിൻ്റെ മണ്ടയിലെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും കേട്ടോ, വൈഫൈ കിട്ടും, ഇങ്ങനെ നെറ്റ് ഉണ്ടാവുമെന്ന് കേട്ടോ. നെറ്റിനൊന്നും ഒരു പ്രശ്നമില്ല, നെറ്റൊക്കെ നല്ല സ്പീഡും കാര്യമുണ്ട്. എന്താ വെച്ചാൽ മൂന്നാർക്കൊക്കെ പോകുമ്പോഴുണ്ട് പല സ്ഥലത്തും നമുക്ക് നെറ്റ് കിട്ടില്ലല്ലോ പൊന്നോ, സിഗ്നൽ കട്ടെ. അപ്പോൾ നമുക്ക് ബോറടി, എത്ര എൻജോയ്മെൻറ്റാണ് ബോറടിച്ച് ഇങ്ങനെ കുറേ നേരം നമുക്ക് എപ്പോഴേലൊക്കെ നമ്മുടെ ഫോണെടുത്തൊന്ന് സ്റ്റോറി ഇടാനും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമില്ല. ഏതോ ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് ഈ മഡ് ഹൗസ് വെച്ചാലും നല്ല റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫുൾ എൻജോയ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളായിട്ടാണ് ഞാൻ കാണിച്ചത് കേട്ടോ. ഈ റൂമിലാണ് കേട്ടോ ഞാനും എൻ്റെ കുണുക്കി കിടന്ന് നല്ല വലിയൊരു റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡ്രസ്സിങ് ഏരിയ ആണ്, ഇത് ഡ്രസ്സിങ് ഏരിയ കേട്ടോ. അത്യാവശ്യം സ്പേസും കാര്യങ്ങളുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഉമ്മാറും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഹാൾ. ഇതാണ് പൊന്നൂൻ്റെ ഷെബിയുടെ റൂം കേട്ടോ. അപ്പോൾ ഇതേ കണ്ടുപടിയും 3 എക്സ്ട്രാ ആൾക്കാരും കൂടുതലുണ്ടെങ്കിൽ ബെഡും കാര്യങ്ങളൊക്കെ അവരിട്ട് സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് ബെഡ് ഹൗസൊന്നും ആടില്ല, ഒരെണ്ണമുള്ളൂ. അപ്പോൾ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് വിളിച്ച് പോവാം അല്ലേ. പക്ഷെ അവിടുത്തെ സ്റ്റാഫായാലും കാര്യങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവരും നല്ല സപ്പോർട്ട്. ചെല്ലുമ്പോഴൊരു അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു തരാൻ എല്ലാവരും അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും പേരൊക്കെ എടുത്തെടുത്ത് പറയാൻ അറിയാത്തതുകൊണ്ടാണ്. അവിടെ മാനേജറും എല്ലാവരും ഭയങ്കര സ്നേഹവും അടുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്താ അവർ നമ്മളോട് പെരുമാറുന്ന രീതിയാണ് നമ്മളെ വീണ്ടും അവിടേക്ക് എത്തിക്കല്ലേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോകേണ്ട വെച്ചാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന സ്ഥലം വയനാട് കേട്ടോ. അവരുടെ അടുത്തേക്കാണ്. എന്താ വെച്ചാൽ അത്രയും അടിപൊളി അവരുടെ സർവീസ്, അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. ഒരു കേസിൽ പോലും നമുക്ക് നെഗറ്റീവ് അവരോട് പറയാനുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കാണിച്ചു തരാട്ടെ. ചാനൽ നോക്കി ഇവിടെയൊക്കെ ഇരുന്ന് ഉണ്ട്. എന്ത് ഫാൻ നിങ്ങൾ കണ്ടില്ല, ആ ഫാൻ തിരിയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഫാൻ കൊടുന്നു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചൂടുണ്ടെങ്കിൽ ഫാൻ കൊടുന്നു തരാം, നിങ്ങൾ വിളിച്ചാൽ മതിയാണ്. സത്യത്തിൽ അത് അവർക്ക് അറിയായിരുന്നു വിളിക്കില്ല എന്ന്. എന്താ വെച്ചാൽ ചൂടില്ല. ഞാൻ തണുത്തിലേക്ക് ഒരു 8 മണിയാകുമ്പോൾ തണുത്ത് വരച്ചിട്ട് പതിപ്പിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ. അതിൻ്റെ ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും ഫാനോ AC ഇടാണ്ടോ കിടന്ന് ഉറങ്ങിയത് നമുക്ക് ഓർമ്മയില്ല കേട്ടോ. ഇപ്പം കറണ്ടൊക്കെ പോയി. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കളിമൺ വീട്ടിലാണ്. കളിമൺ കൂടാരത്തിലാണ്. കൊട്ടാരം അല്ല, മണ്ണിന്റെ വീടൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ സെറ്റപ്പിലുള്ള വീട് ആദ്യമായിട്ടാണ്. താഴെ ഓല, മുകളില് വൈക്കോലാണ്.
അപ്പം ഞാൻ പറഞ്ഞ് സംസാരിച്ച് നിർത്തിയത് നമ്മൾ ഇൻവെർട്ടർ ഇല്ലെങ്കിൽ അനുവേട്ട ഒന്നും കാറിൽ കയറ്റി AC ഇട്ട് തരുമെന്നെങ്കിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട്. സത്യം രാത്രിയൊക്കെ നമ്മൾ ചൂടെടുത്ത് നമ്മൾ അവിടെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോട്ടെ. പക്ഷേ അവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചത്തൊരു ഉറക്കം ഫുഡ് കഴിച്ച് ഉറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇത് എവിടെയാണ് പോകുന്ന സ്ഥലം? അത് എന്താ പറയുക സ്ഥലത്താണ് നമ്മൾ പോയത്? ഇതാ അതാണ് കേട്ടോ ബോച്ചേരി ബംഗ്ലാവാണ് കേട്ടോ. ഇത് ബോച്ചേരി ബംഗ്ലാവ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞങ്ങൾ പോകണമെന്ന് ഒരു ഇങ്ങനെ ബിസിനസ്സിൻ്റെ ആൾക്കാരില്ലല്ലോ, അവരും അവരുടെ ഫാമിലി ആയിട്ടിട്ട് അവരുടെ ഭാര്യമാരും മക്കളായിട്ട് അങ്ങനെ 2 ബസ് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ബാക്കിലൊക്കെ അവരെ പരിചയപ്പെടാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാക്കിൽ അവരാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അതെന്ന് വെച്ചാൽ അവർ രാവിലെ വയനാട്ടിലേക്ക് വന്നു. വയനാട് മൊത്തം കറങ്ങി കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരു 5 മണിയാകുമ്പോൾ അവർ ബോച്ചേരി ബംഗ്ലാവിലേക്ക് വന്നിട്ട് പിന്നെ ബോച്ചേരി അവിടുത്തെ ബംഗ്ലാവിൽ 1000 ഏക്കറിൽ അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വരുമ്പോഴേക്കും രാത്രി നേരമായിട്ട്. അപ്പോൾ അവിടെ ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് സംസാരിക്കാൻ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡും അടിപൊളി ഫുഡുകളും അവിടെ ഉണ്ട് കേട്ടോ. ഫുഡും എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. ആർക്കെങ്കിലും പോയിട്ട് എൻജോയ് ചെയ്ത് ഒരു 1 ഡേ ട്രിപ്പൊക്കെ ആകുമ്പോൾ നല്ലതാണ്. എല്ലാം അവിടെ കറങ്ങി ലാസ്റ്റ് അവിടെ എൻജോയ് ചെയ്തിട്ട് മടങ്ങാമല്ലോ പറ്റുമോ. അങ്ങനെ വീണ്ടും നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. പക്ഷേ അവർ പറഞ്ഞു നിങ്ങൾക്ക് റൂമിലേക്ക് വേണമെങ്കിൽ എത്തിക്കാൻ. പക്ഷേ നമ്മൾ റൂമിൽ ഇരുന്നിട്ട് എന്ത് എൻജോയ്മെൻ്റ് അല്ലേ. നമ്മൾ കറങ്ങാൻ വന്ന ചുറ്റും കറങ്ങി കണ്ട് പരമാവധി നമ്മൾ എൻജോയ് ചെയ്യണം, അതല്ലേ. അങ്ങനെ ഇവിടെ വന്നേ ബോച്ചേരെ കൂടെ അവിടെ മാറി മാറി ഓരോരുത്തരും സൈക്കിൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ കാത്തുമ്പോൾ ബോച്ചേരെ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, കുണുക്കുമ്പോൾ ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. കുണുക്ക് ഓൾറെഡി ബോച്ച ഫാനാണല്ലോ അല്ലേ. കുണുക്കിന് ഭയങ്കര ഇതാണ് കേട്ടോ. കാർത്തൂൻ്റെ അത് ആരാ എന്താണെന്ന് പറയാം. കാർത്തിരുന്ന് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നമുക്ക് ഇവിടത്തൊക്കെ ഡബ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെയാണ്, ഫുൾ ആഘോഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഏറ്റവും ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഇതാക്കണ്ടത് തട്ടണ ആ ഒരു തടി നോക്കി, ഒരു ഒറ്റ തടിയാണ് കണ്ട. അവിടുത്തെ മേശയായിട്ട് ഒരു 10 എത്ര ആൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ ഒരു 10-20 ആൾക്ക് ഇരിക്കാൻ പറ്റില്ല ഒരൊറ്റ ട്രിപ്പ് ഈ ഒറ്റ ടേബിളുമേ കണ്ട. 20 ആളിനും കൂടുതൽ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ, ഒരൊറ്റ ടേബിളുമേ കേട്ടോ കണ്ട. പിന്നെ നമ്മളിരിക്കുന്ന ഇതൊക്കെ തടിയാണ്, അവിടെ ഫുള്ളും തടിയുമ്പോൾ പ്രത്യേക ഒരേ മോഡലല്ല കേട്ടോ. ഒരു നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റൊക്കെ പോലെ ഒരേ മോഡലല്ലേ മേശയും കസാരൊക്കെയാണ്. പക്ഷെ ഇവിടെ ഉള്ളത് പലതും പല ടൈപ്പ് പല വെറൈറ്റിയിലല്ലേ. അങ്ങനെ നമ്മൾ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 6:45 എണിച്ചു കേട്ടോ. പിന്നെ പുറത്തേക്ക് വരുന്നത് 7:45 നേരത്താണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ലൈഫിലാദ്യമായിട്ട് ഫാൻ ഇടാണ്ട് കിടന്ന് ഉറങ്ങി. ഫാൻ വേസിട്ടാണ്ട് കിടന്ന് ഉറങ്ങി. ഇത് കൊടുക്കാം ഭയങ്കര തണുപ്പാട്ടാ. എനിക്ക് അവരോട് ഞാൻ പറഞ്ഞു ചൂട് എടുക്കുമെന്ന്. ഇവിടെ വന്ന് കിടന്നവരാരും നമുക്ക് എന്തോ പറപ്പേ കട്ടില്ല, അവർ ഷർട്ട് ഇട്ടിട്ടില്ല. ഭയങ്കര തണുപ്പാട്ട ഇതിൻ്റെ ഉള്ളിൽ. അതിനേട്ടാ AC രണ്ടായിരുന്നു അറിയിട്ടാണ് എങ്ങനെയുണ്ട് ഫാൻ ഒന്നാണ്ട് ഇപ്പോഴും തണുക്ക, കൈയൊക്കെ ഇങ്ങനെ തണുക്കട്ടാ. പകല് കുറച്ച് വെയിലൊക്കെ ഉണ്ടെങ്കിലും രാത്രി ആകുമ്പോൾ നല്ല തണുപ്പാട്ടാ. നല്ല തണുപ്പ് വെച്ചാൽ പാകം തണുപ്പില്ല കേട്ടാ. എന്നാലും പൊതച്ചിടന്ന് ഉറങ്ങണം തണുപ്പുണ്ട്. വെയിൽ സൂര്യൻ അങ്ങനെ ഉദ്ദേശിച്ച ചൂട്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സൂപ്പർ. അങ്ങനെ ഞങ്ങളും ഒരു കുടിൽ പോലത്തെ ഒരു വീട്ടിൽ ലൈഫിൽ നമ്മൾ ആദ്യമായിട്ടില്ല ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കണത് അല്ലേ. പല സ്ഥലങ്ങളിലും റൂമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. മണ്ണിൻ്റെ വീട്ടിൽ ഓല മേഞ്ഞ മൺവീട്ടിൽ കിടന്ന് ഉറങ്ങുക. ശരിയാട്ടോ, നമ്മൾ മൺവീടിൻ്റെ കാര്യം ആലോചിച്ചറിയല്ലോ. മൺകൂച്ചേരി വെള്ളം ഒഴിച്ചാൽ തണുക്കണ പോലത്തെ ഒരു അവസ്ഥയായിട്ടുള്ളൂ. ഭയങ്കര കൂളിങ് കേട്ടോ. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഫാനും AC അവർ പറഞ്ഞിരുന്നു ചേച്ചി ചൂടെടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ AC ഫാൻ കൊണ്ടുവന്ന് വെച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. നല്ല തണുപ്പുണ്ട്, ഇപ്പോഴും തണുപ്പുണ്ട്. സമയം ഇപ്പോൾ ഒരു 8 മണിയുണ്ട് കേട്ടോ. ഇപ്പോഴും ഒരു തണുത്തൊരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ വയനാട്. ഇങ്ങനെ കാണുമ്പോൾ കേട്ടോ അവിടുത്തെ ഒരു വ്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, എന്തെങ്കിലും ജന്തുക്കളൊക്കെ കയറും എന്നൊക്കെ വല്ല ടെൻഷൻ ഉണ്ടാവട്ടെ. പക്ഷെ ഒന്നും പേടിക്കേണ്ട കാര്യമുണ്ട. ചെറിയ നെറ്റുകൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ.
അങ്ങനെ നമ്മുടെ ഈ പ്രകൃതി ഭംഗി കണ്ടിട്ട് ഞാൻ തന്നെയാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസം നിങ്ങൾ നോക്കി നോക്കിയേ. എനിക്കത് നിങ്ങളെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരിക എനിക്കറിയില്ല സത്യം. അത്രയും എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടോളൂ കപ്പലാണ്ടൊക്കെ നിന്നിട്ട് തൊണ്ടിട്ട് അവർ വന്ന് സർവീസ് ചെയ്ത് തരും, ഇവിടെ ക്ലീൻ ചെയ്ത് തരും. പക്ഷേ അതിനായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ നീറ്റാക്കേണ്ട കേട്ടോ, അതിനായിട്ട് എടുത്ത് അടിച്ചു തരട്ടാ. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് കൊണ്ട് പറയും അയ്യോ അതൊക്കെ അവിടെ വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടവരുണ്ടാ. പക്ഷേ നമ്മളതൊരു ഇഷ്ടത്തിന് വേണ്ടി ചെയ്താട്ടോ. എന്താ വെച്ചാൽ പണ്ടത്തെ ചാണകം വീട്ടിൽ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ രാവിലെ എണിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് പിന്നെ കൂളിയും പല്ലയപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, സമയം 11 നമ്മൾ കഴിക്കാൻ പോകാണ്ട കേട്ടോ. നമ്മൾ ഈ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി വരണ്ടേ, അപ്പം അതിൻ്റെ ഒരു ഇതാട്ടാ. എവിടെ എമ്പുരാനി വാ. അങ്ങനെ കൊടുങ്ങല്ലൂരുണ്ടോ? ചൊപ്പിട്ട് കൊടുങ്ങല്ലൂരാ. മൂന്നാറ് കൊണ്ടിട്ട് കാര്യമില്ല. ഓക്കെ പോവാം നമുക്ക്. മെയിനായിട്ട് എന്താണെന്ന് പറയുക, നമ്മൾ വലിയ മുകളിലാണ് താമസിക്കുന്നത് വെച്ചാലും നമ്മുടെ വണ്ടി നമ്മളെ വീണ്ടും മുറ്റത്ത് നിൽക്കും അല്ലേ. അത് ഭയങ്കര ഹൈലൈറ്റാണ്. അല്ലെങ്കിൽ എളുപ്പമല്ല നമ്മുടെ ലഗേജൊക്കെ എടുത്താണൊക്കെ. പക്ഷേ എനിക്ക് ഒരുപാട് കോട്ടേഴ്സ് ഒരുപാട് ഇതില്ല തോന്നുന്നു കേട്ടോ. ഇങ്ങനത്തെ കോട്ടേഴ്സ് ഇല്ല തോന്നുന്നു. എനിക്ക് തോന്നുന്നു അധികം ഇല്ല. അപ്പോൾ പോവേണ്ടവർ മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്താ ഒന്നേ ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ള നേരത്തോടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. നമുക്ക് കണ്ടാറേ ഇവിടെ ഒന്നും അടുത്തൊന്നും ഒരു മനുഷ്യന്മാരില്ല. നോക്കി നമുക്ക് ഫ്രീഡം. നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഫ്രീഡം അല്ലേ. നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യം ഫ്രീഡം തന്നെയാണ്. ഭർത്താവും മക്കളും ഒക്കെ പോയി അവരെ എൻജോയ് ചെയ്ത് കളിച്ച് ചിരിക്കുമ്പോൾ നമുക്കത് ഓളും ബഹളവും നല്ല ബഹളം ഉണ്ടാക്കണമൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ സ്ഥലം. അതായത് ഇല്ലത്തോട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ കണ്ടോ. അങ്ങനെ ഇതേ പിറ്റേ ദിവസം രാവിലത്തെ ഫുഡും നമുക്ക് റൂമിൽ കൊടുന്ന് തരണം വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ട് വേണ്ട, റൂമിൽ കൊടുന്ന് തരണ്ട. ഈ ഒരു അന്തരീക്ഷത്തിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. നമുക്ക് പല പല വെറൈറ്റികൾ കഴിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കണ്ടേ. അങ്ങനെ വീണ്ടും നമ്മൾ ബോച്ച പബ്ബിലേക്ക് എത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം രാവിലെ 8 മണി തൊട്ട് തന്നെ ഷാപ്പ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പാണ്. അപ്പോൾ ആ 8 മണി ആകുമ്പോഴേക്കും അവിടെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ട് സമ്മതി അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വീഡിയോ എടുത്ത ടൈമിൽ മാത്രമേ അവിടെ ആൾക്കാരുള്ളൂ. ആ സമയത്ത് കുറേ ആൾക്കാർ ഫുഡ് കഴിച്ച് പോയതല്ല. നമ്മൾ വരുന്നതിനകത്ത് ഞങ്ങൾ വരുമ്പോൾ ഒരു 10:30 ഒക്കെ ആയിൻ്റെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് നേരം ആകുമ്പോഴേക്കും ഫുള്ളും തിരക്കായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ബട്ടറിൽ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായി. അതിൽ ബട്ടറും എനിക്ക് എന്തിൻ്റെ ജാമായിരുന്നു, പൈനാപ്പിൾ ജാമായിരുന്നു. പിന്നെ മാംഗോ പൈനാപ്പിളിൻ്റെ ജാമും കൂടി ഒരുമിച്ച് പറ്റിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. 1000 എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്നെയാണ് ഇവർ നേർച്ച കൂടി ആദ്യം ഞാൻ പേടിച്ചു ഇവിടെ പറഞ്ഞിട്ട് ഞാൻ മിണ്ടി. അപ്പോൾ അവർ പറഞ്ഞു അമ്മ ലൈഫിൽ നമ്മൾ എല്ലാം എൻജോയ് ചെയ്തെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മളിങ്ങനെ കാര്യം പറയാണ്ടിരിക്കുക നല്ല ചേച്ചിമാർ പറയാൻ പറ്റില്ല. പക്ഷെ അടിപൊളി സ്റ്റാഫും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരാനായാലും ഒക്കെ നമുക്ക് ധൈര്യം തരാനായാലും. ഇപ്പോൾ ബോച്ചറടുത്ത ഒരു സ്റ്റാഫാണ് ഈ ഒരു കുട്ടി. അപ്പോൾ അവൻ കണ്ടിട്ട് നമുക്ക് കൂടെ ധൈര്യമായിട്ട് കയറിക്കോ ഒപ്പം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ അവരെല്ലാം കാര്യത്തിനും അല്ലേ. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇതുവരെ പോയില്ലെങ്കിൽ ഇത്രയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു രക്ഷയില്ല. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ വെക്കേഷനിലെ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പോയത് ബോച്ചയുടെ 1000 ഏക്കറിലേക്കാണ് കേട്ടോ. വയനാടുള്ള 1000 ഏക്കറിലേക്കാണ് പോയത്. എന്താ പറയുക, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഒരു പോണതുകൊണ്ട് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റിലും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ട്. ഇപ്പോൾ അനുവേട്ടനും കൂടി അങ്ങനെ അനുവേട്ടൻ പൊന്നു ഷെബി കുണക്കിന് കേട്ടോ വെച്ചിട്ട് ഞാൻ അത് വേണ്ടാക്കി അവരെനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികളാവില്ല, അവർ പ്രായമൊക്കെ എത്രയെന്ന് വെച്ചിട്ട്. പക്ഷേ ആൾക്കാർ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ.
ഇതങ്ങനെ ഇപ്പോൾ അഞ്ചുവേട്ടനും ആ കുട്ടിയാണ് ആദ്യം പറഞ്ഞ അഞ്ചുവേട്ടനോട് ആദ്യം പോയിക്കോളാൻ പറഞ്ഞോട്ടെ. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അഞ്ചുവേട്ടനോട് പോയിക്കോളാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനോട് പോകണം ഇപ്പോൾ ടെൻഷൻ അടിച്ചത്. അപ്പം ഇനി നാളെ ഞാൻ പോകണമെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. നാളെ കാണാം കേട്ടോ. ബാക്കി ബൈ.